എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 4 ശ്ലോകം 57, 58, 59, 60, 61 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ദുർവാസസ് മഹർഷി കൈലാസത്തിൽ പോയിട്ട് മഹാദേവനെ അഭയം പ്രാപിക്കുന്നു. മഹാദേവൻ പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. ഹരിയെ തന്നെ ശരണം പ്രാപിച്ചോളൂ എന്ന് പറയാണ്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 57, 58. അഹം സനൽകുമാരശ്ച നാരദോ ഭഗവാനജ കപിലോ അപാന്തരതമോ ദേവലോ ധർമാസുരി മരീചി പ്രമുഖാശ്ചാന്യേ സിദ്ധേശാ പാരദർശനാ വിദാമനവയം സർവേ മായയാവൃതാ. പാരദർശനാഹ, പാരത്തെ ദർശിച്ചവർ, സർവജ്ഞന്മാര് എന്നർത്ഥം. മായയാ ആവൃതാഹ, മായയാൽ മറയ്ക്കപ്പെട്ടവർ. മായ, യാതൊരുവന്റെ മായയെ ന വിദാമ, അറിയുന്നില്ല. ഞങ്ങളെല്ലാവരും സർവജ്ഞന്മാരല്ലേ, എന്നിട്ടും ഇത്രത്തോളം ഭ്രമിക്കുന്നത് എന്താണ് എന്ന് സംശയിക്കണ്ട. ഞാൻ സനൽകുമാരൻ, നാരദൻ, ഭഗവാനായ ബ്രഹ്മദേവൻ, കപിലമുനി, അപാന്തരതമൻ, ദേവലൻ, ധർമ്മൻ, ആസുരി, മരീചി മുതലായ പ്രജാപതികള്, അന്യന്മാരായ സിദ്ധേശ്വരന്മാര് മുതലായവരെല്ലാം സർവജ്ഞന്മാര് തന്നെയാണ്. എങ്കിലും യാതൊരു ഭഗവാന്റെ ശക്തിക്ക് അധീനരായതുകൊണ്ട് ഞങ്ങളാരും ആ ഭഗവാന്റെ സങ്കല്പം എന്താണെന്ന് അറിയുന്നവരല്ല. ഞങ്ങൾക്ക് ആർക്കും ആ ഭഗവാന്റെ സങ്കല്പം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങേ ഈ സുദർശനത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾ ശക്തരല്ല. മഹാമുനി തസ്യ വിശ്വേശ്വരസ്യേദം ശാസ്ത്രം ദുർവിഷഹം കിന തമേവ ശരണം യാഹി ഹരിസ്തേ സംവിധാസ്യതി. വിശ്വേശ്വരസ്യ തസ്യ, വിശ്വേശ്വരനായ അവന്റെ, ആ ഭഗവാന്റെ, ഇതം ശസ്ത്രം, ഈ ശസ്ത്രം, ന ദുർവിഷഹം ഹി, ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുകയില്ല നിശ്ചയം. തം ഏവ, ആ ഭഗവാനെ തന്നെ, അവനെ തന്നെ, ശരണം യാഹി, ശരണം പ്രാപിച്ചാലും, ഹരിഹി, ഭക്താർത്തി തീർക്കുന്നവൻ, തേ, നിനക്ക്, സംവിധാസ്യതി, സുഖത്തെ ഉണ്ടാക്കും. സർവലോകങ്ങളുടെയും ഈശ്വരനായിരിക്കുന്ന ആ ഭഗവാന്റെ ഈ ശസ്ത്രത്തെ സഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷ കിട്ടുകയില്ല. ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചോളൂ. ശരണാഗതന്മാരുടെ സകല സന്താപങ്ങളെയും തീർക്കുന്ന ആ സർവേശ്വരൻ നിനക്ക് രക്ഷയെ നൽകും. മഹാദേവനും പറഞ്ഞു. ദുർവാസാവ് മഹർഷി വളരെ നിരാശനായി ഇതാ കേട്ടപ്പോ, എന്നിട്ടിതാ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നു. ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. തതോ നിരാശോ ദുർവാസ പദം ഭഗവതോ യയൗ വികുണ്ഠാഖ്യം യദാധ്യാസ്തേ ശ്രീനിവാസ ശ്രിയാ സഹ. നിരാശ, ആശയറ്റവനായ ദുർവാസസ് തഥാ, അവിടെ നിന്ന്, ശ്രീനിവാസ, ശ്രീ വിഷ്ണു, ശ്രീയാസഹ, ശ്രീദേവിയോടുകൂടി, യത് അധ്യാസ്തേ, യാതൊന്നിനെ അധിവസിക്കുന്നുവോ, വികുണ്ഠാഖ്യം, വികുണ്ഠം എന്നു പേരായ ഭഗവതപദം, ഭഗവത് സ്ഥാനത്തെ, യയൗ, ധ്യാനം ചെയ്തു. വേറെ എവിടെയും രക്ഷ കിട്ടും എന്നുള്ള ആശ തീരെ ഇല്ലാതെയായി ദുർവാസസ് മഹർഷിക്ക്. അങ്ങനെയുള്ള ദുർവാസസ് കൈലാസത്തിൽ നിന്ന് മടങ്ങി സാക്ഷാൽ ലക്ഷ്മീ ദേവിയോടുകൂടി ശ്രീ ഭഗവാൻ വസിക്കുന്ന സ്ഥാനമായ ആ വൈകുണ്ഠത്തെ പ്രാപിച്ചു. ആ വികുണ്ഠതയില്ലാത്ത വൈകുണ്ഠം, അതാണ് വികുണ്ഠതയില്ലാത്ത സ്ഥലം ഏതോ അതാണ് വൈകുണ്ഠം. അങ്ങനെയുള്ള ആ വൈകുണ്ഠത്തെ തന്നെ പ്രാപിച്ചു എന്ന് പറയുന്നു. സന്ദഹ്യമാനോ അജിത ശസ്ത്രവന്നിന തൽപാദമൂലേ പതിതസ്സവേ പഥു ആഹാച്യുതാനന്ദ സദീപ്സിത പ്രഭോ കൃതാഗസം ആവഹി
വിശ്വഭാവന അജിതശസ്ത്രവന്യന, അജിതന്റെ ശസ്ത്രാഗ്നിയാൽ സന്ദഹ്യമാന, ഏറ്റവും ദഹിപ്പിക്കപ്പെടുന്നവനും, സവേപഥു വിറയ്ക്കുന്ന അവയവങ്ങളോടുകൂടിയവനുമായിട്ട്, തൽപാദമൂലെ അവന്റെ പാദമൂലത്തിൽ പതിതനായിട്ട് ആഹ പറഞ്ഞു. അച്യുത നാശരഹിത അനന്ത അപരിച്ഛിന്ന സദീപ്സിത, സത്തുക്കളാൽ ഇച്ഛിക്കപ്പെടുന്നവനെ, വിശ്വഭാവന ലോകരക്ഷക, പ്രഭു സമർത്ഥ, കൃതാഗസം അപരാധം ചെയ്തിരിക്കുന്ന മാ എന്നെ അവ രക്ഷിച്ചാലും. ആരാലും ജയിക്കപ്പെടാതിരിക്കുന്ന ഭഗവാന്റെ ആ സുദർശന ചക്ര അഗ്നിജ്വാലയിൽ ഏറ്റവും തപിപ്പിക്കപ്പെടുന്നവനും അത് നിമിത്തം സർവ അവയവങ്ങളും വിറച്ചുകൊണ്ടിരിക്കുന്നവനുമായ ആ ദുർവാസസ് മഹർഷി ശ്രീ ഭഗവാന്റെ പാദമൂലത്തിൽ ചെന്ന് അങ്ങോട്ട് വീണു. ഹേ അച്യുത, ഹേ അനന്ത, ഹേ സജ്ജനങ്ങളാൽ പ്രാർത്ഥിക്കപ്പെടുന്ന ലോകരക്ഷകനായ പ്രഭു, അങ്ങയുടെ ഭക്തനിൽ അപരാധം ചെയ്തിരിക്കുന്ന എന്നെ അവിടുന്ന് രക്ഷിച്ചാലും എന്ന് പറഞ്ഞു ഭഗവാന്റെ കാക്കൽ ചെന്ന് അഭയം പ്രാപിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.